ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണി. ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കുന്നതിന് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി 1 കിലോ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്താണ് ബിരിയാണിയിലേക്ക് ചേർക്കുന്നത്. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ചിക്കനിൽ മസാല ചേർത്തെടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മസാല എല്ലായിടത്തും ചേരുന്ന രീതിയിൽ നന്നായിട്ട് തിരുമിയെടുക്കാം. മസാല എല്ലായിടത്തും ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ബിരിയാണിയുടെ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് ടൊമാറ്റോ, തക്കാളി ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. 20 വെളുത്തുള്ളി അല്ലി, 3 കഷ്ണം ഇഞ്ചി, 2 പിടി മല്ലിയില, ഒരു ചെറിയ കപ്പ് പുതിനയില. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ജീരകശാല കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബസ്മതി റൈസ് വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. 1 കിലോ റൈസാണ് എടുത്തിട്ടുള്ളത്. അരി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. അരി ഇവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം. ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും കുറഞ്ഞത് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുന്നത് നന്നായിരിക്കും. സവാള നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. പാന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കുക. നല്ല ക്രിസ്പിയായി വരുന്നതിന് വേണ്ടിയിട്ടാണ്. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് മുരിച്ചെടുക്കണം. അതുവരെ തീ ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. സവാള ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ തീ നമുക്ക് ലോ ഫ്ലെയിമിലാക്കാം. സവാള ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വറുത്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. സവാള നല്ലവണ്ണം ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എണ്ണ നല്ലവണ്ണം വാർത്തെടുത്ത് സവാള ഇതുപോലെ കോരിയെടുത്ത് വയ്ക്കാം. സവാള ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള സവാളയും കൂടെ നേരത്തെ വറുത്തെടുത്തതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. നേരത്തെ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന സവാളയുടെ കാൽഭാഗം മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് പൊടിച്ച് എടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അടുത്തതായി മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നേരത്തെ സവാള പൊരിക്കുന്നതിനായിട്ട് എടുത്തിട്ടുള്ള പാനിൽ തന്നെയാണ് ചിക്കനും ഫ്രൈ ചെയ്യാൻ പോകുന്നത്. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി അത് കോരി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ കുക്ക് ചെയ്ത അതേ പാനും ഓയിലും തന്നെയാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലായതുകൊണ്ട് മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ വേണമെങ്കിൽ മാറ്റി വേറെ ഉപയോഗിക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം.
ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് തുറന്ന് നോക്കാം. മസാല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന മല്ലിയില അതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. മുക്കാൽ ഭാഗം പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു നാരങ്ങ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി 1 കപ്പ് അളവിൽ തൈരെടുത്ത് വെച്ചിട്ടുണ്ട്. തൈര് ഇത് പുളിപ്പ് കുറവുള്ള തൈരായതുകൊണ്ടാണ് നാരങ്ങ കൂടുതൽ ചേർത്തത്. എല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ഓരോന്നായിട്ട് നമുക്ക് ഇതിലിട്ട് ഇട്ട് കൊടുക്കാം. മസാല ചിക്കൻ്റെ എല്ലായിടത്തും ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗരം മസാലയ്ക്ക് പകരം ബിരിയാണി മസാല വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഗരം മസാലയാണ്. ഗരം മസാല ഹോം മെയ്ഡാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ്. മസാല നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. മസാല നന്നായിട്ട് പരുവമായിട്ട് വന്നിട്ടുണ്ട് വെന്ത്. നമുക്കിനി തീ ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചോറ് വേവിക്കാനായിട്ട് വയ്ക്കാം. ചോറ് വയ്ക്കുന്നതിലേക്കായി ഒരു ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 4 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 4 സ്പൂണ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണയും നെയ്യും ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ടയും ഏലക്കയും ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. 2 ബേ ലീഫ് അതും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. സ്പൈസസ് ഇട്ടതിന് ശേഷം 3 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നേരെ ഇരട്ടി 3 കപ്പ് വെള്ളം നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം നമുക്ക് ഇനി അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ അരമണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന അരി ഊറ്റി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അരി നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. അരി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചോറ് വേവിച്ചത് നമുക്ക് തുറന്ന് നോക്കാം. ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ചോറിൻ്റെ പകുതി നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ദമ്മ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്.
അടുത്തതായി ബിരിയാണി ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. പാന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കാഷ്യൂനട്ട് വറുത്തെടുക്കാം. അടുത്തത് കിസ്മിസ് ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ദമ്മിടുന്നതിന് വേണ്ടിയിട്ട് പകുതി ചോറ് മാറ്റി വെച്ചിട്ടുണ്ട്. പകുതി ചോറിലേക്ക് നമുക്ക് നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല ചോറിൻ്റെ മുകളിൽ നല്ലവണ്ണം നിരത്തി വയ്ക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. അടുത്തതായി പുതിനയില ഇട്ട് കൊടുക്കാം. പുതിനയില ഇട്ടതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിൻ്റെ എല്ലാം മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. മാറ്റി വെച്ചിരിക്കുന്ന ചോറ് അത് ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ചോറ് നല്ലവണ്ണം നിരത്തി മസാലയുടെ മുകളിൽ ചേർത്ത് കൊടുക്കുക. ചോറിട്ട് നിരത്തിയതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ടതിന് ശേഷം ബാക്കി വറുത്ത് വെച്ചിരിക്കുന്ന സവാള കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടതിന് ശേഷം അടച്ച് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്ത ബിരിയാണി നമുക്ക് തുറന്ന് നോക്കാം. ബിരിയാണി നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ രുചിയുള്ളതുമായ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും കുടുംബത്തിനും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.